ഹൈ ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7. ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്ന പ്രധാന ഐറ്റംസ് അനുമോളുടെ കരച്ചില്, ജിസേലുമായിട്ടുള്ള അനുമോളുടെ വഴക്ക്, പിന്നെ അനുമോൾക്ക് ബിൻസിയും കൂട്ടരും ചേർന്ന് നല്ലപോലെ എരിവിരി കയറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം ശേഷം മാത്രമാണ് ക്യാപ്റ്റൻസി നോമിനേഷനെ പറ്റിയും ജയിൽ നോമിനേഷനെ പറ്റിയൊക്കെ പറയാനുള്ളൂ. എനിവേ, ഇന്ന് 2 പ്രാവശ്യം പണിപ്പുര ടാസ്ക് നടന്നു. 1500 പോയിന്റ് വീതമുള്ള 2 ഘട്ടങ്ങളായിട്ട് 5 പേരെയും 10 പേരെയും അകത്തേക്ക് വിട്ടുകൊണ്ടുള്ള ടാസ്ക്കാണ് നടന്നത്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഒരു 10 സെക്കൻഡിനുള്ളിൽ വീട്ടുകാർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. ഇത്തവണ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വന്നിട്ടുള്ളത് അഭിലാഷ്, ആര്യൻ, ജിസേൽ എന്നിവരാണ്. ഇവരെ 3 പേരെയാണ് കൂടുതൽ പേര് വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തത്. അത് വലിയ കുഴപ്പമില്ലാത്തൊരു തെരഞ്ഞെടുക്കലായിരുന്നു. അഭിലാഷ് അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ആരെയധികം വെറുപ്പിക്കാത്ത ഒരാഴ്ചയായിരുന്നു. പുള്ളിനെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടാസ്കുകളിലും അത്യാവശ്യം ബാക്കിയുള്ള ഹൗസിലെ ഓരോ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടതിനെ തുടർന്ന് ആര്യനെയും ജിസേലിനെയും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിൽ നോമിനേഷൻ നടന്നത്. അതാണ് നേരത്തെ പോയിക്കൊണ്ടിരുന്ന വിഷയങ്ങളെല്ലാം ഒരു പ്രധാന വഴക്കിലേക്ക് എത്താനുള്ള കാരണമായി മാറിയത്. അതിലുണ്ടായ പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് ജയിൽ നോമിനേഷന്റെ സമയത്ത് ജിസേലിന്റെ പേര് അനുമോൾ പറഞ്ഞു. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് ജിസേലിന്റെ പേര് പറയാൻ പാടില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പലരും അതായിട്ട് കൂവുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ രേണുവിന്റെ പേര് മാറ്റി പറയുകയാണ് അനുമോൾ ചെയ്തത്. ജിസേൽ എന്തായാലും അനുമോളുടെ പേര് പറയും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ജിസേൽ അനുമോളുടെ പേര് പറഞ്ഞു. അനുമോൾ കിച്ചണിൽ നിന്ന് ചോദിക്കാതെ ഫുഡ് എടുത്തു, അതുകൊണ്ട് കള്ളിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്തത്. കള്ളി എന്ന് വിളിച്ചോടുകൂടി അനുമോൾ ട്രിഗറായി. ജിസേൽ പറയുന്നത് അനുമോൾ ജിസേലിന്റെ ഒന്നും അനുവാദമില്ലാതെ പല പ്രാവശ്യം ജിസേലിന്റെ സ്റ്റോറേജ് പരിശോധിച്ചു എന്നുള്ളതാണ്. അനുമോൾ ആ ഒരു ലൂപ്പിൽ കുടുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. എങ്ങനെയെങ്കിലും ജിസേലിനെ പിടിക്കണം, ജിസേല് മേക്കപ്പ് ഉപയോഗിക്കണം എന്നുള്ളത് ബാക്കിയുള്ളവരുടെ മുമ്പിലേക്ക് തെളിയിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമായി മാറി. അനുമോൾക്ക് വേറൊരു ഗെയിം ഇല്ലാതായി പോയി. കിച്ചൺ ടീമിലുള്ള ജിസേലിനോട് ചോദിക്കാതെ അവരുടെ അനുവാദമില്ലാതെ റൊട്ടിയോ ചോറോ എന്തോ അനുമോൾ എടുത്തു എന്നുള്ളതാണ് ജിസേൽ പറയുന്നത്. നെവിൻ അവിടെ ചോദിക്കാതെ പലതും എടുത്ത് കഴിക്കുന്നത് കൊണ്ട് നെവിന്റെ കള്ളത്തരമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് കള്ളത്തരമാണെങ്കിൽ ഇതും കള്ളത്തരമല്ലേ എന്നാണ് ജിസേൽ ചോദിക്കുന്നത്. ജിസേലിന് ശരിക്കും ട്രിഗർ ആക്കാൻ അറിയട്ടോ. അനുമോളാണെങ്കിൽ അതിനകത്ത് വീഴുകയും ചെയ്യും. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത്. അനുമോൾ കള്ളിയാണെന്ന് പറഞ്ഞപ്പോൾ അനുമോൾ അങ്ങോട്ട് ട്രിഗറായി ചാർജ് ചെയ്ത് എന്ന് കൈയൊക്കെ തട്ടി മാറ്റവും അതൊരു ദേഹത്ത് തൊടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു എത്തി. ഈ ദേഹത്ത് തൊട്ടുള്ള പരിപാടി ഭയങ്കര ഡേഞ്ചർ ഒരു സംഭവമാണ്. ആ ഒരു തൊടൽ മതി അയാൾക്കോ മറ്റേ ആൾക്കോ ചിലപ്പോൾ കൺട്രോൾ പോകാനും ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് വരെ കാര്യങ്ങൾ എത്താനും രണ്ടുപേരുടെയും ഈ ഗെയിമിലുള്ള ഭാവി അതോടുകൂടി അവസാനിക്കാനും ധാരാളമാണ്. കഴിഞ്ഞ സീസണിൽ ഓൾറെഡി അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുമുണ്ട്. ഏതായാലും അനുമോള് കയ്യാങ്കളിയിലേക്ക് എത്തുക, ദേഹത്ത് ടച്ച് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് വന്നത് വളരെ മോശമായി പോയി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളൂ. ജിസേൽ ഓൾറെഡി അണ്ടർ പണിഷ്മെന്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഓരോരുത്തർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തിരിച്ചു കൊടുക്കാനും വേറൊരാൾക്ക് ഷെയർ ചെയ്യാതിരിക്കാനും ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോൾ വഴി അത് ബിഗ് ബോസ് അറിയാതെ അത് ഉപയോഗിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാനോ ഒക്കെ സാധിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഗുണമാണ്. എന്നാൽ അതേസമയം ബിഗ് ബോസിന് അത് കണ്ടെത്താൻ സാധിക്കുകയും ഇവർക്ക് പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്യാൻ പറ്റും. അതും ഒരു ഗെയിമാണ്. ജിസേൽ അങ്ങനെ എന്തെങ്കിലും സാധനം എടുക്കുന്നതോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതോ ആയിട്ട് ബിഗ് ബോസിന്റെ കണ്ണിൽ പെട്ടാൽ അത് നമ്മളെ കാണിച്ചു തരും. തീർച്ചയായിട്ടും ലാലേട്ടൻ അത് ചോദിക്കുകയും പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്യും. ഓൾറെഡി പുള്ളിക്കാരത്തിൽ പണിഷ്ഡ് ആണ്. പെട്ടി പോലും കയ്യിലില്ല. അനുമോൾ ജിസേലിനെ കൈയോടെ പിടിക്കണം എന്നുള്ള ചിന്തയിൽ മാത്രം നടക്കണമുണ്ട് അനുമോളുടെ ഗെയിം ഇല്ലാതായി പോവുകയാണ് അവിടെ. ജിസേലിന്റെ ദേഹത്ത് തൊട്ടതിന് ശേഷം പിന്നീട് അനുമോൾ മാറിയിരുന്ന് കരയുന്നതാണ് കാണിക്കുന്നത്. ജിസേൽ കള്ളിന്ന് വിളിച്ചതിന്റെ പേരിൽ അനുമോൾ പിന്നെ ദീർഘനേരം കരയുന്ന ഒരു പരിപാടിയാണ് പിന്നെ കാണിച്ചത്. പിന്നെ ഒരു ഗ്രൂപ്പ് വന്ന് ചേർന്ന് നിന്നിട്ട് അനുമോളെ ആശ്വസിപ്പിക്കുകയല്ല, ശരിക്കും ഉപദേശിച്ച് കൊല്ലുകയാണ് ചെയ്തത്. പറ്റിയ ടീംസാണ്. എരുതിയിൽ എണ്ണൊഴിക്കണ പോലെ അവിടെ കൂടിയേക്കണത്. ആദില നൂറ, ശൈത്യ, ബിൻസി. ശൈത്യ ഇതിനകത്ത് പെട്ടുപോയ പോലത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയാൽ ആദില നൂറ, ഈ ബിൻസി, ഇവരുടെയൊക്കെ സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടാൽ ഇവർക്കൊന്നും ആണുങ്ങൾ അത്ര ഇഷ്ടമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അനീഷ് സ്ത്രീവിരുദ്ധനാണെങ്കിൽ ഇവരൊക്കെ പുരുഷ വിരോധികളാണെന്നാണ് എനിക്ക് ഇവരുടെ സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. ഏതായാലും ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ അനുമോളുടെ മനസ്സിലേക്ക് ഇവർ ഇൻജെക്ട് ചെയ്ത് വിടുന്നുണ്ട്. ബിൻസിയൊക്കെ രണ്ടാമത് പോയിട്ട് വന്ന് ഇൻജെക്ട് ചെയ്ത് വിടുന്നതിന്റെ ഒക്കെ വീഡിയോ BB+ ചിലപ്പോൾ വന്നേക്കും. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ബിൻസിയുടെ ആ ഒരു റേഞ്ച് എന്താണെന്ന് മനസ്സിലാവും. BB+ ചിലപ്പോൾ കാണിക്കുമായിരിക്കും ഇവിടെ ഒരുത്തനെങ്കിലും പ്രേമിക്കാൻ പറ്റിയതുണ്ടോ, ഒരുത്തൻ്റെങ്കിലും സ്വഭാവം കൊള്ളുമോ എന്നുള്ള രീതിയിലൊക്കെ ബിൻസി ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ലൈവിൽ ബിൻസി പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് അനുമോളെ ഇങ്ങനെ എരിവിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ അപ്പുറത്ത് മറ്റൊരു ഗ്രൂപ്പ് പോലെ ബാക്കിയുള്ളവർ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അനുമോളുടെ ചുറ്റും കൂടി എന്ന് പ്രധാനമായിട്ട് സംസാരിക്കുന്നത് ഈ ആദില നൂറ, ശൈത്യ, ബിൻസി എന്നിവരാണ്. ഇങ്ങനെ എരികേറ്റി വന്നപ്പോൾ അനുമോൾ പറഞ്ഞ കാര്യം കയ്യിൽ നിന്ന് പോയി. അത് ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, എപ്പിസോഡിലാണ് അത് കാണിച്ചത്. അനുമോൾ പറയാത്ത കാര്യം ജിസേൽ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ജിസേലിനെ കൊല്ലാൻ പോലും മടിക്കില്ല എന്നുള്ള രീതിയിലാണ് അനുമോൾ എന്ന് പറഞ്ഞത്. ജിസേൽ എത്ര കള്ളത്തരം കാണിച്ചെന്നോ എത്ര മേക്കപ്പ് ഇട്ടെന്ന് പറഞ്ഞാലും ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് അനുമോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഇത്തരം ഒരു ഗെയിമിൽ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഡേഞ്ചർ സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചോദിക്കാമല്ലോ, എന്ത് സേഫ്റ്റിയിലാണ് ജിസേലിനെ അനുവിന്റെ മുമ്പിലൊക്കെ നിർത്തുന്നത്. അതിന്റെ കൂടെ അനുമോൾ പറഞ്ഞു അവൾക്കിട്ടൊന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ബിൻസി ആ കൂട്ടത്തിൽ പറയുന്നത് പുറത്തിറങ്ങിയിട്ട് കൊടുക്കാന്നാണ്. അതായത് പുറത്തിറങ്ങിയിട്ട് കൈകാര്യം ചെയ്യാന്നുള്ള രീതിയിൽ ഈ ഒരു റേഞ്ചിലേക്കുള്ള സംസാരങ്ങൾ പോകുന്നത് അത്ര നല്ലല്ലോ ഈ ഗെയിമിന്. ഇതെല്ലാം പറഞ്ഞിട്ട് അനുമോൾ കരച്ചിൽ നിർത്തുന്നില്ല. വീണ്ടും ഒരു കാര്യം കൂടെ അനുമോൾ പറഞ്ഞു, ഈ ഒരു ഷോയിലൂടെ എന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ ജീവനോടെ കാണില്ല എന്നാണ് അനുമോൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് വീണ്ടും അനുമോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അനുമോൾ ഈ ഗെയിമിന് പറ്റിയ ആളാണോ എന്ന് സംശയിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ 2
സ്റ്റേറ്റ്മെന്റ്സും. ഇപ്പൊ ഇന്നലെ പറയുന്നുണ്ടായിരുന്നില്ലേ എന്ത് കണ്ടിട്ടാണ് ആണുങ്ങളൊക്കെ ജിസേലിന്റെ പുറകെ പോകുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോൾ അവിടെ ഫോക്കസ് ചെയ്തേക്കുന്നത് ജിസേലിനെ മാത്രമാണ്. ഗെയിമിനെ പറ്റി യാതൊരു ധാരണയില്ല. ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ആയിട്ട് അനു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പറയുന്ന ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അനുമോൾ ഒരുപാട് കരയുന്നുണ്ട്, ഒപ്പം തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അനുമോളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് മാറി മറിയുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്ക് ആശങ്കയുണ്ട്. കൂടാതെ ഇന്ന് ട്രിഗറായി ചാർജ് ചെയ്ത് ജിസേലിന്റെ ദേഹത്ത് വിടുന്നൊരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് അപായപ്പെടുത്തുമെന്നും സ്വയം ഇല്ലാതാവും എന്നൊക്കെ ഉള്ള വാക്കുകൾ അനുമോളുടെ അടുത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഏതായാലും ഇത് ബിഗ് ബോസിന്റെ ടീം തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനിയും ഇതുപോലുള്ള ട്രിഗറിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അനുമോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അനുമോൾ ഇപ്പൊ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് മാക്സിമം ഈ ഒരു കാര്യത്തിന് ഫ്യൂൽ ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമാണ്. അത് പറയാൻ കാര്യം അനുമോൾ ജിസേലിനെ കൊന്നുകളയാൻ പോലും മടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കൂടി നിന്നവരിൽ ഒരാൾ പോലും അങ്ങനെ പറയരുതെന്ന് പറഞ്ഞില്ല. അങ്ങനെയുള്ള ചിന്തകൾ പോലും തടയാൻ അവിടെയുള്ളവർക്ക് ആർക്കും സാധിക്കുന്നില്ല. ഒരുപക്ഷെ അവരെല്ലാം ചിന്തിക്കുന്നത് അനുമോൾ ഇതെല്ലാം പറഞ്ഞ് നെഗറ്റീവ് ആയിക്കോട്ടെ എന്നായിരിക്കും. അല്ലെങ്കിൽ പുറത്ത് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായിരിക്കും അവരുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് നല്ലത് എന്ന് കരുതുന്നതുകൊണ്ടും ആയിരിക്കും. അപ്പൊ അനുമോളുടെ ഫാൻസ് എത്ര കണ്ട് പറഞ്ഞാലും ജിസേൽ മേക്കപ്പ് ഉപയോഗിക്കുന്നതാണോ അതോ അനുമോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണോ ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത് എല്ലാവരും വിലയിരുത്തേണ്ടതാണ്. ഏതായാലും ബിൻസി, ആദില, നൂറ ഇങ്ങനെയുള്ളവരെയൊക്കെ എല്ലാവരും ഒന്ന് നോക്കി വെച്ചോ. ബാക്കി വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.